പല ആളുകളെ പറ്റി പറയുന്നു. നമ്മളെന്തിനാ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത്? ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആർക്കെതിരെയും പറഞ്ഞു അല്ല. ഇപ്പൊ രാഹുൽ മാത്രമല്ല, മറ്റൊരു സ്ത്രീ കൂടി അതിന്റെ ഭാഗം, ഒരു മാധ്യമ പ്രവർത്തക സ്ത്രീ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു, അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ട്? അവർ നിയമപരമായി പോകട്ടെ, അതല്ലേ അതിന്റെ മാന്യത. അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്. അപ്പം വയനാട് കഴിഞ്ഞു, അതിന് മുന്നേയുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് കഴിഞ്ഞു. ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് നല്ല പ്രവണത. രാഹുലിനോട് വലിയ ഭൂരിപക്ഷം കിട്ടി, അതിന്റെയൊക്കെ ഒരു പ്രശ്നമാണ് രാഹുലിന് കിട്ടുന്നത്. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺ അല്ല. ഹൂ കെയേഴ്സ്? നിങ്ങൾ ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. വ്യക്തിപരമായിട്ട് രാഹുലിന് വലിയ ഉണ്ടാവില്ലേ? എന്ത് കുഴപ്പമാണുള്ളത്? എത്ര കാലമായി ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നു? ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഹൂ കെയേഴ്സ്? ഞാൻ ചോദിക്കുന്നതാണ്, ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. നാളെ നിങ്ങളെപ്പറ്റിയും പറയാം, ആരെപ്പറ്റി ആർക്കും പറയാം. ഹൂ കെയേഴ്സ്?